വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ബ്രൊക്കോളി കൊണ്ടുള്ള ഒരു സൂപ്പാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 300 ഗ്രാം ഉണ്ടാവും. ഇനി ഇത് കഴുകിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇതിൻ്റെ തണ്ടൊന്നും കളയേണ്ട ആവശ്യമില്ല. അതും കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ചൂടായാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽട്ടായാൽ 2 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു സവാള കട്ട് ചെയ്തതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള കളറൊന്നും മാറണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും ചേർത്തിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. സൂപ്പ് നല്ല ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത്. ഇതിൽ വേറെ ഫ്രഷ് ക്രീമൊന്നും ഞാൻ ചേർക്കുന്നില്ല. അതിന് പകരമായിട്ടാണ് വേവിക്കുമ്പോൾ തന്നെ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തത്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ബ്രൊക്കോളിയും നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായി തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണുള്ളത്. കുറച്ചുകൂടി ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പീസ് ബട്ടർ കൂടി ഇതിലേക്ക് ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ബ്രൊക്കോളി സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. ഞാനിതിൽ കുറച്ച് ബ്രൊക്കോളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതുകൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത് തന്നെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്